അടുത്ത് നമ്മൾ ഗുഹ കാണാനാണ് പോകുന്നത്. പക്ഷേ ഈ കല്ലും മുണ്ടും ഈ വഴിയൂടെ വേണം പോകാൻ. നമ്മൾ വിജി ചേച്ചിയുടെ തോട്ടത്തിൽ നിന്ന് ഫ്രഷ് ക്യാരറ്റ് ഇതാ കയ്യോടെ പറിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. വട്ടവട കറങ്ങാൻ പോവാണ്. ഏതൊക്കെ സ്ഥലങ്ങൾ പോലെ നമ്മള് വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ്, സ്ട്രോബെറി തോട്ടം, ആദിവാസിന്റെ വ്യൂ, നായാട്ടിന്റെ പിന്നെ ഗുഹ ഏതാ? ഗുഹ. നമ്മുടെ ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കാം. ആകെ കോടിറങ്ങി റോഡൊന്നും കാണാനല്ല. അവിടുന്ന് ഏതൊരു വണ്ടിയൊക്കെ വരണ്ട്. 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പോട്ടെ ഗുഹ പോട്ടെ. ഗുഹ ഭയങ്കര സംഭവം കേട്ടോ. എല്ലാരും അടിച്ചു കയറി വരട്ടെ. നമ്മളിപ്പോൾ വട്ടവട പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൻ്റെ ഏറ്റവും പ്രകൃതി ഭംഗി രമണീയമായ സ്ഥലത്തിലൂടെ നമ്മൾ വട്ടവടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വട്ടവടയിൽ കാണാനുള്ളത് എന്താ വെച്ചാൽ, അതായത് കുഗ്രാമം, തമിഴ്നാട് മലയാള ബോർഡറാണ്. മലയാള തമിഴ്നാടിൻ്റെ ബോർഡറാണ് കേരളത്തിൻ്റെ. പക്ഷെ അവിടെ കൃഷിയാണ് മെയിനായിട്ട്. ഓരോരോ ആപ്പിള്, പിന്നെ പൈനാപ്പിൾ, കക്കരിക്ക, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, റംബുട്ടാൻ, എമ്പുട്ടാൻ, അങ്ങനത്തെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഏരിയക്കാണ് ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, വട്ടവടയാണുള്ളത്. മൂന്നാർ വട്ടവട. വട്ടവട നല്ല ഉണ്ടോ, സൂര്യൻ മേലെ നല്ല വെയിലാണ്. പക്ഷേ വെയിലിൻ്റെ ഫീലില്ല. എന്താ വെച്ചാൽ നല്ല തണുത്ത കാറ്റാണ്, നല്ല ക്ലൈമറ്റാണ്, ചൂട് കുറവാണ്, നല്ലൊരു സ്ഥലമാണ്, നല്ല സൂപ്പറായി. ഈ സ്ട്രോബെറി തോട്ടമാണിത്. ഇത് ഫുള്ള് സ്ട്രോബെറി. സൂര്യകാന്തി പൂ. എങ്ങനെയുണ്ട് സാരി സ്ട്രോബെറി? ഓ കിടിലൻ. പിന്നെ ഈ കാണുന്നത് എന്താ ഇതിൻ്റെ പേര്? മുട്ടക്കോസ്, കാബേജ് തോട്ടം. ഇത് കാബേജ് ഇങ്ങനെ കേട്ടോ. ഇത് നമ്മുടെ എന്താ സ്ട്രോബെറി ഒക്കെ കണ്ടോ? സ്ട്രോബെറി ഒക്കെ കണ്ടോ? നല്ല ചുവപ്പ് പഴുത്തതും ഒക്കെ ഒരു സ്ട്രോബെറി. ഇത് ഫുൾ സ്ട്രോബെറിയാണ്. ടീച്ചറുടെ ഫാമിൽ നിന്ന് പൊട്ടിച്ച ലൈവ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മൂന്നാർ വട്ടവട വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിജയിച്ചിയുടെ ഫാമിലി സീസണൊന്നും വേണ്ട, എവരി ടൈം ഇവിടെ സ്ട്രോബെറി അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സൂര്യകാന്തി. സൂര്യകാന്തി. ഇത് കരിഞ്ഞ സൂര്യകാന്തി. വിളഞ്ഞ സൂര്യകാന്തി അല്ലേ? ഇത് വളഞ്ഞത്. ഇത് ചേച്ചിയുടെ തോട്ടം ഫുള്ളില്ലേ? ചേച്ചിയുടെ പേര് വിജി. ഇവിടെ തന്നെയാണ്. ഇത് റാഡീസാണ്, റാഡീസ്. ഇതൊക്കെ വട്ടവടയിലാണ്. ക്യാരറ്റ് പോലത്തെ സാധനം. ഇത് സ്ട്രോബെറി. സാലി എങ്ങനെയുണ്ട് വട്ടവട? വിജി ചേച്ചിയുടെ ഫാം എങ്ങനെയുണ്ട്? മഴ പെയ്തിട്ട് 6 മാസം. ഇന്നലെയാണ് മഴ പെയ്തത്. എല്ലാം ഈ വട്ടവട ഈ ടൈമില് എല്ലാം ഈ ബീൻസ് കണ്ടല്ലോ, അതിപ്പോ സീസണാ, പറിക്കുന്ന സീസണ്. മഴയില്ലാത്ത കാരണം കൊണ്ട് ആരും വിത്ത് നട്ടില്ല. മഴ 6 മാസം മഴയില്ലാതെ ഇന്നലെയാണ് ഒരു മഴ പെയ്തത്. വിജി ചേച്ചി ആണെങ്കിൽ വിജി ചേച്ചിക്ക് വെള്ളമുണ്ട്. അപ്പൊ വെള്ളം നനച്ച് ഉണ്ടാക്കിയ സാധനം. ഓക്കെ, അപ്പോ നമുക്ക് നേരെ ഇനി ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് തോട്ടത്തിലേക്ക് പോവാം. 50 രൂപയ്ക്ക് ഞാൻ തരുന്ന സാധനം നിങ്ങൾ നോക്കണം. ഇത് ക്യാരറ്റ് ബിസിനസ്സുകാരിയാ. ഞങ്ങള് ലോഡ് കയറ്റി കൊടുക്കുന്നത് എറണാകുളം വരെ കൊടുക്കുന്നത്. നമുക്ക് മാർക്കറ്റ് റേറ്റ് അറിയാം. പിന്നെ അങ്ങനെ ആരാ പറഞ്ഞേ? 80 രൂപ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ 70 കിലോ ക്യാരറ്റ് കയറ്റി വിട്ടിട്ടുണ്ടല്ലോ. 75 രൂപ വെച്ച് റേറ്റ് കണക്കിട്ടുണ്ടല്ലോ. ഊട്ടിക്കാർട്ടല്ലേ? അത് 5-6 ദിവസം പറിച്ച് വെച്ചിട്ട് ചിലപ്പോ അങ്ങനെ കൊടുക്കും. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് കൃഷി ഒരു രക്ഷയില്ല. നമ്മൾ വിജി ചേച്ചിയുടെ തോട്ടത്തിൽ നിന്ന് ഫ്രഷ് ക്യാരറ്റ് ഇതാ കയ്യോടെ പറിച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രോബെറി ഉണ്ട്, മുട്ടക്കോസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പഴമുണ്ട്, ക്യാരറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വട്ടവടയിൽ വന്നാൽ കിട്ടും. നമ്മളെ ക്യാരറ്റ് സാലി കഴിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ നമ്മുടെ ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കാം. ഗൈസ്, അപ്പൊ നമ്മള് വിജി ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ ക്യാരറ്റ് മേടിച്ചു. പിന്നെ എന്തൊക്കെ മേടിച്ചു? ജാമ്, പിന്നെ സ്ട്രോബെറി, അങ്ങനെയൊക്കെ മേടിച്ചു വരികയാണ്. എൻജോയ്. അപ്പൊ ഓക്കെ, താങ്ക് യു.
അങ്ങനെ ഞങ്ങൾ വട്ടവട ഹണി മ്യൂസിയത്തിൽ കയറി. ഇത് തന്നെയാണ് ഈ തേനുകളും പിന്നെ അതുപോലെ അതിൻ്റെ പിന്നിൽ കുറേ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ. അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊന്നും ചെയ്തില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ അവിടെ കണ്ടിരിക്കേണ്ട ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നേരെ ട്രക്കിങ്ങിന് പോയി ജീപ്പിൽ. അപ്പോൾ നമ്മൾ മൂന്നാർ വട്ടവടയിൽ നിന്ന് എവിടെ പോകണത്? വട്ടവട കറങ്ങാൻ പോവാണ്. ഏതൊക്കെ സ്ഥലങ്ങൾ പോയി നമ്മൾ? വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ്, സ്ട്രോബെറി തോട്ടം, ആദിവാസികളുടെ വ്യൂ, നായാട്ടിന്റെ ഷൂട്ടിംഗ്, പിന്നെ ഗുഹ. അപ്പോൾ ഈ പറഞ്ഞ 8 സ്പോട്ടിൽ നമ്മൾ 4x4 ജീപ്പിൽ കയറിയിട്ട് പോവാണ്. ബാക്കി അപ്പം വീഡിയോ വഴി എങ്ങനെ കാണാം. അതാണ് ചെറിയ മഴയൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടാണ്, പെരുംചൂട്, 42 ഡിഗ്രി. ഇവിടെ നല്ല തണുപ്പാണ്. ഏകദേശം വൈകിട്ട് എത്ര സമയം? 3 മണിക്കൂർ 3.5 മണിക്കൂർ. 3 മണിയായി. 3.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് യാത്ര. അപ്പോൾ നല്ല രസമായിട്ട് ബാക്കി എൻജോയ് ചെയ്ത് വീഡിയോ കാണാം. ഓക്കെ. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് ആദ്യം നമ്മൾ പോകുന്നത് വട്ടവട വാട്ടർഫാൾസ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ടീംസൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ സ്റ്റേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ മേലുള്ള വ്യൂ ആണ്. വട്ടവട ടൗൺ മൊത്തം. വാട്ടർഫാൾസ് നമ്മുടെ ഒരു സ്പോട്ട് വാട്ടർഫാൾസ് ആണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലേസ് സ്ട്രോബെറി. വലിയ ഫാം ആട്ടോ സ്ട്രോബെറിയുടെ. ഇതാണ് സ്ട്രോബെറി ഫാം. ഇത് വലിയ സ്ട്രോബെറി ഫാം ആട്ടോ. അങ്ങനെ മേലേക്ക് അവിടെയൊക്കെ സ്ട്രോബെറിയാണ്. കണ്ടമാനം വലിയ സ്ട്രോബെറി ഫാമാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്. മറ്റേത് നമ്മൾ കണ്ടു ഇതിൻ്റെ ചെറുതായിരുന്നു. ഭാഗത്തൊക്കെ സ്ട്രോബെറി ഫാമാണ്. ഉണ്ടോ? അങ്ങോട്ടൊക്കെ സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഉണ്ടോ? ഒക്കെ പൊയ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ. അടുത്ത ലൊക്കേഷൻ വന്നത് വലിയൊരു വാട്ടർഫാൾസാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. വേനൽക്കാലം ആയതുകൊണ്ടേ വെള്ളം കുറവാണ്. നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളം. വെള്ളം കണ്ട് തണുത്ത വെള്ളം. നമ്മളെ ഫുൾ ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇതാണ് അടുത്തത് വ്യൂ. ആദിവാസികളുടെ ഊര്. ഇതിന്റെ പുറയിലാണ്. ഇത് കേരള അതിർത്തിയാണ്. ഇതിന് ചുറ്റും തമിഴ്നാട്. ഈ മല കടന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക്. അപ്പൊ അടുത്ത വ്യൂ കാണാം. ഓക്കെ. നെക്സ്റ്റ് വ്യൂ പോയിന്റ് ആണ്. നമ്മളെ ജീപ്പ് ഉണ്ടോ പുലി വ്യൂ ഇല്ല കേട്ടോ. ഒരു രക്ഷയില്ല വ്യൂ പോയിന്റ്. ഫുൾ കോടിറങ്ങിയിട്ട് ഭയങ്കര രസമാണ്. കുന്നും മാറി മൂന്നാർ ടൗണൊക്കെ കാണണ്ടോ. ഇതടുത്ത് ജീപ്പുകൾ ഇങ്ങനെ വരുന്നു. വ്യൂ പോയിന്റ് കാണാനുള്ള ആളുകളുടെ തിരക്കാണ്. ജീപ്പൊക്കെ കാണാം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ആകെ കോടിറങ്ങി. റോഡൊന്നും കാണാനല്ല. അവിടുന്ന് ഏതൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അതെ, 5 മണി ക്ലബിനാണ് ഇങ്ങനെ കോടാണോ. വളരെ മനോഹരമായി മഴയും കോടയും ചാറ്റൽ മഴയുമായി ഞങ്ങൾ ഇതാ ഓഫ് റോഡ് ജീപ്പ് സഫാരി 4x4. എങ്ങനെയുണ്ട്? കോട മഞ്ഞി. ഓഹോ, നല്ല വ്യൂ കേട്ടോ. അടുത്ത് നമ്മൾ ഗുഹ കാണാനാണ് പോകുന്നത്. പക്ഷേ ഈ കല്ലും മുണ്ടും ഈ വഴിയൂടെ വേണം പോകാൻ. നടന്നു കുഴങ്ങി. ഗുഹ എത്താറായി. കുറച്ചും കൂടി ഉള്ളൂ.
ഫൈനലി ഇതാണ് ഗുഹ. ഗുഹ വമ്പൻ ഗുഹയാണ് കണ്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുഹ അല്ലാത്ത ഗുഹയാണ്. ആ പോട്ടെ, ഗുഹ പോട്ടെ. ഗുഹ ഭയങ്കര സംഭവം കേട്ടോ. ഗുഹ ഒരു രക്ഷയില്ല. ഗുഹ പോട്ടെ പോട്ടെ. ഗുഹ ഒരു സംഭവം. ഒരാൾക്ക് നടക്കാനുള്ള വഴികൾ ഒരാൾക്കും ഇല്ല. അതിനങ്ങനെ മേലേക്ക് കയറാം. അതന്നെ അല്ലി കയറി, ഒരാൾ കയറുന്നുണ്ട് മേലെ കയറിട്ട് കൈ മേലെ കയറി. ഗ്യാസ് മേലെ കയറി. എന്നിട്ട് മേലെ വായേ എന്നാ പോരെ. ഇതാണ് ഗുഹ വഴി. അയ്യോ, ഈ ഗുഹ ഒരാൾക്ക് പോലും നടക്കാനുള്ള ഇതില്ല. ഞെക്കി ഞെരുങ്ങി എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മേലേക്ക് എത്തിയത് പടച്ച തമ്പുരാനല്ല. അമ്മാതിരി ഗുഹയാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വട്ടവട വന്ന ഈ ഗുഹ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.